നമസ്കാരം. ആയത്തുള്ള അലി ഖമീനിയുടെ മകൻ മുജ്തബ ഖമീനിയുടെ സ്ഥാനാരോഹണം ഇറാന്റെ ഷിയ കാർക്കശ്യ മത നേതൃത്വത്തിലും ഭിന്നതകൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ആയത്തുള്ള ബിരുദമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റാണ് മുജ്തബ ഖമീനിയെന്നും പിതാവിന് ശേഷം പുത്രൻ അധികാരത്തിലേറാൻ ഇവിടെ രാജഭരണമാണോ എന്നും ഷിയ നേതൃത്വത്തിലെ ഒരു വിഭാഗം പരസ്യമായി ചോദിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ഇറാൻ വിപ്ലവത്തിന്റെ ആചാര്യനായ സാക്ഷാൽ ആയത്തുള്ള റൂഹുള്ള ഖമീനിയുടെ കുടുംബാംഗങ്ങളാണ്. ഇതോടെ ഖമീനി കുടുംബപ്പോര് ഇറാൻ സൈന്യത്തെ വരെ ബാധിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇറാന്റെ പരമോന്നത നേതാക്കളായ ഖമീനിയുടെയും മുന്നിലായി ആയത്തുള്ള എന്ന് വാക്ക് കാണാം. ഇതൊരു കുടുംബപരമോ ഗോത്രനാമമോ ഒന്നുമല്ല. പരമോന്നത നേതാവാകാൻ ആവശ്യമായ ആയത്തുള്ള എന്ന പദവി ഒരു ഔദ്യോഗിക ബിരുദം പോലെയല്ല, മറിച്ച് മതപരമായ പഠനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും നേടിയെടുക്കുന്ന ഒന്നാണ്. ഷിയ ഇസ്ലാമിലെ പണ്ഡിത ശ്രേണിയിൽ ഉയർന്ന സ്ഥാനമാണിത്. ദീർഘകാല പഠനത്തിലൂടെയാണ് ഇത് നേടിയെടുക്കുക. ഇറാനിലെ ഖോം അല്ലെങ്കിൽ ഇറാഖിലെ നജാഫ് പോലുള്ള പ്രശസ്തമായ ഇസ്ലാമിക സെമിനാറുകളിൽ ദശകങ്ങൾ നീണ്ട പഠനം ഇതിനായി നടത്തണം. പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ദർസ് ഇ ഖാരിജ് എന്ന ഉയർന്ന തലത്തിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഇവിടെ പാഠപുസ്തകങ്ങൾക്കപ്പുറം നിയമസംഹിതകളെ സ്വതന്ത്രമായി വിശകലനം ചെയ്യാനുള്ള പരിശീലനമാണ് ലഭിക്കുക. ഇസ്ലാമിക നിയമപ്രമാണങ്ങളെ ആധാരമാക്കി പുതിയ പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായ വിധിതീർപ്പുകൾ നടത്താനുള്ള കഴിവും തെളിയിക്കണം. ഈ കഴിവ് നേടിയ പണ്ഡിതനെ മുജ്തഹിദ് എന്ന് വിളിക്കും. ഒരു വ്യക്തി മുജ്തഹിദ് ആയി കഴിഞ്ഞാൽ നിലവിലുള്ള മുതിർന്ന ആയത്തുള്ളമാർ അദ്ദേഹത്തിന്റെ അറിവിനെ അംഗീകരിക്കുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും വേണം. ജനങ്ങൾക്കിടയിലും സഹപണ്ഡിതന്മാർക്കിടയിലും ലഭിക്കുന്ന ബഹുമാനവും അംഗീകാരവുമാണ് ഒരാളെ ആയത്തുള്ള എന്ന പദവിയിലേക്ക് എത്തിക്കുക. എന്നാൽ ഇപ്പോൾ പരമോന്നത നേതാവായ മുജ്തബ ഖമീനിക്ക് ഈ ആയത്തുള്ള പദവിയില്ല. മുജ്തബ നിലവിൽ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പദവിയിലാണ് അറിയപ്പെടുന്നത്. ഇത് ആയത്തുള്ളയ്ക്ക് തൊട്ട് താഴെയുള്ള ഒരു സ്ഥാനമാണ്. അദ്ദേഹം വർഷങ്ങളായി ഖ്വാമിൽ ക്ലാസുകൾ എടുക്കുന്നുണ്ടെങ്കിലും ഒരു പൂർണ്ണമായ ആയത്തുള്ളയായി പല മുതിർന്ന പണ്ഡിതരും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇറാനിലെ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ഇത്തരം നിബന്ധനകളിൽ ഇളവ് വരുത്താറുണ്ട്. ആ ഇളവിൽ ചുളുവിലാണ് മുജ്തബ ആയത്തുള്ളയായത്. 2022 തന്നെ ഇറാനിലെ പ്രമുഖ സെമിനാറുകൾ മുജ്തബയെ ആയത്തുള്ള എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇറാന്റെ ഭരണഘടനയനുസരിച്ച് പരമോന്നത നേതാവാകാൻ വലിയ പണ്ഡിതനായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. എന്നാൽ 1989 അലി ഖമീനി അധികാരമേറ്റപ്പോൾ ഈ നിബന്ധനയിൽ ഇളവ് വരുത്തി. സമാനമായ രീതിയിൽ മുജ്തബയുടെ കാര്യത്തിലും രാഷ്ട്രീയമായ പ്രാധാന്യം കണക്കിലെടുത്ത് അസംബ്ലി ഓഫ് എക്സ്പെർട്ട് അദ്ദേഹത്തിന്റെ മതപരമായ യോഗ്യത അംഗീകരിച്ചു നൽകിയായിരുന്നു. പക്ഷേ ഇറാനിലെ പരമ്പരാഗത പണ്ഡിതന്മാർക്കിടയിൽ ഇതിനെതിരെ ഇപ്പോഴും ഭിന്നതകളുണ്ട്. അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ആയത്തുള്ളയാണെന്ന് എതിർക്കുന്നവർ ധാരാളമാണ്. ഒരു രാജവാഴ്ചയ്ക്ക് സമാനമായ രീതിയിൽ മകനെ പിതാവിന്റെ പിൻഗാമിയായി നിയമിച്ചത് ഇറാനിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വിഭാഗം ഷിയ നേതാക്കൾ മുജ്തബയുടെ നിയമനത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം പഹലവി രാജവംശത്തിന്റെ പാരമ്പര്യ ഭരണത്തെ അവസാനിപ്പിക്കാനാണ് നടന്നതെന്നാണ് ഇവർ വാദിക്കുന്നത്. ഖമീനിയുടെ മകൻ തന്നെ അധികാരമേൽക്കുന്നത് വിപ്ലവത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് രാജവാഴ്ച തിരികെ കൊണ്ടുവരുന്നതിന് തുല്യമാണെന്നും അവർ ആരോപിക്കുന്നു. മുൻ സുരക്ഷാ സമിതി തലവൻ അലി ലാരിജാനി നയിക്കുന്ന വിഭാഗം ഉടനടി ഒരു പിൻഗാമിയെ നിശ്ചയിക്കുന്നതിന് പകരം ഇടക്കാല കൗൺസിലിന് അധികാരം നൽകാനാണ് താല്പര്യപ്പെട്ടത്. ഷിയ ഇസ്ലാമിലെ പണ്ഡിത ശ്രേണിയിൽ മുജ്തബയ്ക്ക് മതിയായ യോഗ്യതയില്ലെന്ന് ചില മുതിർന്ന പണ്ഡിതർ കരുതുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആയത്തുള്ള പദവി നൽകുന്നത് മതപരമായ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നാണ് ഇവരുടെ പക്ഷം. ഭരണകൂടം പാരമ്പര്യമായി കൈമാറുന്നത് മതപരമായ കീഴ്വഴക്കങ്ങൾക്ക് നിരക്കാത്തതാണെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ പിൻഗാമികൾ പോലും മുജ്തബയുടെ നിയമനത്തെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അധികാരം കുടുംബപരമായി കൈമാറുന്നത് ഖമീനി ഒരിക്കലും അനുവദിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അലി ഖമീനി സമൂഹ മാധ്യമങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചു. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ അടിസ്ഥാന ശിലയിട്ട രാജ്യത്തെ ആദ്യ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമീനിയുടെ മകൻ അഹമ്മദ് ഖമീനിയുടെ മക്കളിൽ ഒരാളാണ് അലി ഖമീനി. അലി ഖമീനി പൊതുവെ ഇറാന്റെ നിലവിലെ ഭരണകൂടവുമായി വലിയ ഏറ്റുമുട്ടലുകൾക്ക് നിൽക്കാത്ത വ്യക്തിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹസൻ ഖമീനി ടെഹ്റാനിൽ ഖമീനി സ്മാരകത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും പരിഷ്കരണവാദികളുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ മത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സയ്യിദ് ഹസൻ ഖമീനി. ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള ഖമീനിയുടെ പേരക്കുട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനവുമുണ്ട്. 2016 അസംബ്ലി ഓഫ് എക്സ്പെർട്സ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹസൻ ശ്രമിച്ചുവെങ്കിലും ഭരണകൂടം അദ്ദേഹത്തിന്റെ യോഗ്യത നിരാകരിക്കുകയായിരുന്നു. ഖമീനിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര നിലപാടുകാർക്ക് ഹസന്റെ പരിഷ്കരണവാദ ചിന്താഗതിയോടുള്ള എതിർപ്പാണ് ഇതിന് പിന്നിലെന്നും പറയപ്പെടുന്നു. മുജ്തബ അധികാരം ഏറ്റെടുത്തപ്പോൾ ഹസൻ ചടങ്ങ് ബഹിഷ്കരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അധികാരം കുടുംബപരമായി കൈമാറുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിരുന്നു. യുവാക്കൾക്കും മിതവാദികൾക്കും ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. ഭരണകൂടത്തിന്റെ കർക്കശമായ നിയന്ത്രണങ്ങളെ അദ്ദേഹം പലപ്പോഴും വിമർശിക്കുകയും ചെയ്തിരുന്നു. ആയത്തുള്ള ഖമീനിയുടെ യഥാർത്ഥ പിൻഗാമികൾ ഹസൻ ഖമീനിയെ പോലുള്ളവരാണെന്നാണ് അവരെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഹസൻ ഖമീനിയെ മുൻനിർത്തി ഇറാനിലെ മിതവാദികളും പരിഷ്കരണവാദികളും ഒന്നിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഭരണപരമായ തീരുമാനങ്ങളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണകൂടത്തിനുള്ളിൽ തന്നെ മുജ്തബയെ അനുകൂലിക്കുന്നവരും ഹസൻ ഖമീനിയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരും എന്നിങ്ങനെ രണ്ട് ചേരികൾ രൂപപ്പെട്ടതായിട്ടാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. സൈന്യത്തിനുള്ളിലും ഇന്റലിജൻസ് വിഭാഗങ്ങളിലും ഈ ഒരു ഭിന്നത പ്രകടമാണ്. ഖമീനി കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ ഭരണകൂടത്തെ വിമർശിക്കുന്നു.
പ്രഖ്യാപിക്കുന്നത് തെരുവിലിറങ്ങുന്ന പ്രതിഷേധക്കാർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. മൊജ്തബയ്ക്കൊപ്പമല്ല യഥാർത്ഥ വിപ്ലവകാരികളെന്ന സന്ദേശം യുവാക്കൾക്കിടയിൽ ഇത് പടരാൻ കാരണമായി. നിലവിൽ ഹസൻ നയിക്കുന്ന ഈ വിഭാഗം മുജ്തബയുടെ അധികാരം പരിമിതപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതോടെ ഖുമേനി കുടുംബത്തിന് നേരെയും ഖമേനിയുടെ ചാരക്കണ്ണുകൾ നീളുകയാണ്.